എറണാകുളം ജില്ലയിലെ അടിവാടിന് സമീപം ഇന്നലെ ഗാലറി അപകടമുണ്ടായ സ്ഥലമാണിത്. നമുക്ക് അറിയാം, ഇതേപോലെയുള്ള ഗാലറികളാണ് ഇവിടെ ഫുട്ബോൾ മത്സരത്തിന്റെ ഭാഗമായി നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കിവിടെ ഒന്ന് നോക്കുമ്പോൾ വളരെ പ്രൊഫഷണലായി നിർമ്മിച്ച ഒരേ ഒരു ഗാലറി ഇത് തന്നെയാണ്. അതിനു പുറമെ നിർമ്മിച്ചിരിക്കുന്നത് അത്രത്തോളം ഫലപ്രദമായിട്ടല്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കൂടി കാണുമ്പോൾ അത് മനസ്സിലാകും. ഇപ്പോൾ ഇവിടെ ഈ ഗാലറി ഉറപ്പിച്ചിരിക്കുന്നത് GI പൈപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ്. വളരെ അല്ലെങ്കിൽ ഭൂമിയിലേക്ക് ആ കുറ്റി അടിച്ച് നിർത്തിയാണ് ഈ ഗാലറി ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ അല്ല അപകടമുണ്ടായത് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഗാലറിയാണ് തകർന്നു വീണത്. ആ ഗാലറി ഉറപ്പിച്ചിരിക്കുന്നത് മുളയുടെ കമ്പ് കൊണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ്. എന്നാൽ അത് ആഴത്തിൽ അത് കുഴിച്ച് അത് ഉറപ്പിക്കാൻ ഇതിൻ്റെ ഈ ഗാലറി നിർമ്മിച്ചവർ തയ്യാറായിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ ഗാലറി ഉറപ്പിച്ചിരുന്ന ആ മുള ഈ അപകടത്തിൽ ഒടിഞ്ഞു പോയതും നമുക്ക് കാണാൻ കഴിയും. അതായത് ഈ ഗാലറിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ പോരായ്മ തന്നെയാണ് ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്ന് തന്നെ പറയേണ്ടി വരും. എല്ലാ മുളയുടെ കുറ്റികളും ഒടിഞ്ഞ നിലയിലാണ് ഉള്ളത്. ഏതെങ്കിലും ഒന്നിലധികം ഇത്തരം ഉറപ്പിച്ചിരിക്കുന്ന ഈ കുറ്റികൾ ഒടിഞ്ഞു പോയതായിരിക്കാം ഈ ഗാലറി മൊത്തത്തിൽ ഒരു വശത്തേക്ക് ചെരിഞ്ഞ് മറിഞ്ഞു വീഴാനുള്ള ഒരു പ്രധാന കാരണം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സംഘാടകർ പറയുന്നത് എല്ലാവിധ മുൻകരുതലുകളും സ്വീകരിച്ചിരുന്നു എന്നുള്ളതാണ്. എന്നാൽ പോലീസ് പറയുന്നത് മനുഷ്യജീവന് അപകടമുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ ഇവിടെ നടന്നു എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോത്താനിക്കാട് പോലീസ് സംഘാടകർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഏതാണ്ട് 1000-ഓളം പേർക്ക് ഇരിക്കാവുന്ന ഗാലറിയാണ് നിർമ്മിച്ചിരുന്നത്. പക്ഷേ ഇന്നലെ ഫൈനൽ മത്സരം തുടങ്ങുന്നതിന് മുമ്പാണ് ഈ അപകടമുണ്ടായിരുന്നത്. ആ സമയത്ത് ഏതാണ്ട് 200-ഓളം പേർ മാത്രമാണ് ഈ ഗാലറിയിൽ ഉണ്ടായിരുന്നത് എന്ന് സംഘാടകർ തന്നെ പറയുന്നു. ഏതാണ്ട് 37-ഓളം പേർക്കാണ് പരിക്ക് ഏറ്റത്. ഇതിൽ 4 പേർ മാത്രമാണ് ഇപ്പോഴും ആശുപത്രിയിൽ തുടരുന്നത്. ഇതിൽ 2 പേർ ഉടൻ ആശുപത്രി വിടും. ഒരാൾക്ക് വളരെ ഗൗരവമുള്ള പരിക്കുണ്ട്, അദ്ദേഹത്തിൻ്റെ കാലിന് പരിക്കുണ്ട് എന്നുള്ളതാണ്. ബോൾട്ടുകൾ ഇട്ടാണ് ഇത് ഉറപ്പിച്ചിരുന്നത്. എന്നാൽ എല്ലായിടത്തും ഇത്തരത്തിൽ 2 ബോൾട്ടുകളൊന്നും ഉപയോഗിച്ച് ഇത് ഉറപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഇവിടെ 2 ബോൾട്ടുകളുണ്ട്. എന്നാൽ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ ഇവിടെ ഒരു ബോൾട്ട് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഇതിൻ്റെ നിർമ്മാണത്തിൽ വലിയ പോരായ്മകൾ നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ പ്രകടമാണ് എന്നുള്ളതാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കേണ്ടതുണ്ട്. കൂടുതൽ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് വീഴ്ചകൾ ഉണ്ടായത് എന്ന കാര്യമാണ് ഇനി പുറത്തു വരേണ്ടത്. അടിവാട് നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയിനസ് രാജു, മാതൃഭൂമി ന്യൂസ്.